അപ്പോൾ ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. 18-ാമത്തെ അധ്യായം. 18-ാമത്തെ അധ്യായത്തിൽ നാം വരുമ്പോൾ മരുരൂപമലയിൽ നിന്ന് യേശു കർത്താവും ശിഷ്യന്മാരും ഇറങ്ങി വന്ന് ഭൂതഗ്രസ്തനായ ആ യൗവനക്കാരനെ സൗഖ്യമാക്കി. അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നുണ്ട്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണെന്ന്. കാരണം ഒരുപക്ഷെങ്കിൽ പത്രോസിനെ നോക്കിയിട്ട് ശിഷ്യന്മാർ ചിന്തിച്ചു കാണും, ഇവനായിരിക്കും ഏറ്റവും വലുത് എന്നൊക്കെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വലിയ ചോദ്യം ഉയരുകയാണ്, ഹൂ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻ ദ കിങ്ഡം. ഈ 18-ാമത്തെ അധ്യായത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞാൽ, 18-ാമത്തെ അധ്യായത്തിൽ ഒരുപക്ഷെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്യങ്ങളുള്ള ഒരു ഭാഗമാണ് 18-ാമത്തെ അധ്യായം. ഉദാഹരണം വേണോ? 99 വിട്ടേച്ച് 1 പുറകിൽ പോകുന്നത്, അത് ഈ 18-ാമത്തെ അധ്യായത്തിലാണ്. പറഞ്ഞു മനസ്സിലായോ? 2 3 പേര് ഐകമത്യപ്പെട്ട് എൻ്റെ നാമത്തിൽ കൂടി വന്നാൽ ഞാൻ അവിടെ ഉണ്ട്. ഇതെല്ലാം ഈ 18-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ ഒരുപക്ഷെങ്കിൽ ഒരു ക്രിസ്ത്യാനി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കുറേ വാക്യങ്ങളുള്ളതാണ് 18-ാമത്തെ അധ്യായത്തിൽ. അപ്പൊ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു കർത്താവ് തൻ്റെ സഭയെ സ്ഥാപിക്കുന്നു. അപ്പോൾ പെന്തിക്കോസ്ത് നാളിന് മുമ്പ് ഒരുപക്ഷെങ്കിൽ സഭയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ മാനുവലാണ് 18-ാമത്തെ അധ്യായം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ തടുക്കുകയില്ല എന്ന് യേശു കർത്താവ് ഒരു പ്രസ്താവന ചെയ്തു. നമ്മൾ അത് പഠിച്ചു അല്ലേ? എന്നാൽ ഈ സഭ എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളത് ഒരു പക്ഷെങ്കിൽ 18-ാമത്തെ അധ്യായത്തിലാണ് അതിനൊരു മാനുവൽ. അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ പഠിച്ചു, ആദിമ സഭ എങ്ങനെയായിരുന്നെന്നും ദ മോഡൽ ചർച്ച് എന്തായിരിക്കണമെന്നും ഒക്കെ, ദ മോഡൽസ് ഓഫ് മിനിസ്ട്രി, ശുശ്രൂഷയുടെ മാതൃക എന്താണെന്നൊക്കെ നമ്മൾ വളരെ വിശദകരമായി പഠിച്ചു. എന്നാൽ പെന്തിക്കോസ്ത് നാളിന് മുമ്പ് സഭയ്ക്ക് വേണ്ടി ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ കർത്താവ് കൊടുത്തത് 18-ാമത്തെ അധ്യായത്തിലാണ്. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് ഹൗ ദ ചർച്ച് ഷുഡ് ബി ബിഫോർ വാട്ട് ദ ചർച്ച് ഷുഡ് ഡു, സഭ എങ്ങനെ ആയിരിക്കണം, സഭ എന്ത് ചെയ്യണം എന്നുള്ളതിന് മുന്നോടിയായിട്ട് കർത്താവ് പറഞ്ഞത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്കുള്ള ഏറ്റവും വലിയ പാഠം ഇതാണ്. ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഫസ്റ്റ് ഇൻ ഹൂ വി ആർ ബിഫോർ വാട്ട് വി ഡു. നമ്മൾ ആരാണെന്നുള്ളതാണ് ദൈവത്തിന് ഏറ്റവും താല്പര്യം. അതിനുശേഷമേ ഉള്ളൂ നാം എന്ത് കർത്താവിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ സഭ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അതിനു മുമ്പ് യേശു കർത്താവിന് സഭ എന്തായിരിക്കണം എന്നുള്ളതാണ് യേശു കർത്താവിൻ്റെ വിഷയം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചില പ്രമാണങ്ങൾ കർത്താവ് പഠിപ്പിക്കുന്നു. ഇന്ന് നമുക്ക് അത് ഒരുമിച്ച് ചിന്തിക്കാം. 18-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്ക വന്നു. സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. അവനൊരു ശിശുവിനെ അടുക്കെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആകും. ഓക്കെ, അപ്പോൾ ആരാണ് ഏറ്റവും വലിയവൻ? ചോദ്യം പ്രസക്തിയുള്ളതാണ്. കാരണം യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യേശു കർത്താവ് പറയുന്നുണ്ട്, സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ വേറെ ഒരുവനില്ല എന്ന് യേശു കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ ഇങ്ങനെ യേശുവിനോട് കൂടെ ചേർന്ന് മരുരൂപമലയിലൊക്കെ നടന്ന് ഏലിയാവിനും ദൈവത്തിനും മോശയ്ക്കും, കർത്താവിനും മോശയ്ക്കും എല്ലാം കൂട്ടിൽ കെട്ടണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ ഒരു സംഭവമൊക്കെ നടന്നതിന് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ പെട്ടെന്നൊരു ചോദ്യം. കാരണം തമ്മിൽ എന്നും കോമ്പറ്റീഷനാണ്. യോഹന്നാനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യോഹന്നാൻ എന്നും പുള്ളിക്ക് തന്നെ മാർക്ക് കൊടുത്ത ലേഖനം എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സുവിശേഷത്തിനകത്ത് ആദ്യം പറയും എന്തുവാന്നറിയോ? പത്രോസും യേശു സ്നേഹിച്ച ശിഷ്യൻ. ആരെക്കുറിച്ചാ? തന്നെ പറയുന്നത്. ഇതുപോലെ സെൽഫ് മാർക്ക് കൊടുക്കുന്ന ഒരു വ്യക്തി വേറെ ആരും. അപ്പൊ എന്നും കോമ്പറ്റീഷനാ. യോഹന്നാനോട് കുറിച്ച് കർത്താവ് പറയുന്നു, അപ്പൊ പത്രോസിനോട് കർത്താവ് പറയുന്നു, നീ എനിക്ക് വേണ്ടി മരിക്കാൻ പോവുക. അപ്പൊ പത്രോസിന് പെട്ടെന്നൊരു ചോദ്യം, അപ്പൊ ഇവൻ എന്ത് ചെയ്യണം? ഇവൻ മരിക്കത്തില്ലേ? അപ്പൊ യേശു കർത്താവ് പറയുന്നു, ഞാൻ വരുവോളം അവൻ ജീവനോട്ടിരിക്കണമെങ്കിൽ നിനക്കെന്ത്? അപ്പൊ എന്നും ഇവര് തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഇങ്ങനെയാണ്. ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ്. നമ്മൾ ജഡത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബലഹീനതകൾ, ഒരുപാട് കുറവുകളുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ളവരെ എല്ലാം വെച്ച് പൊറുപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു തമ്പുരാൻ നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ സ്കോപ്പുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ പെട്ടെന്ന് കർത്താവ് പറയാ, നിങ്ങൾ എന്താ ചിന്തിച്ചിരിക്കുന്നത്? വലിയവൻ എന്ന് പറയുമ്പോൾ ആരാ?
എന്നിട്ട് പെട്ടെന്ന് ഒരു ഒരു കുട്ടിയെ, ഒരു ശിശുവിനെ എടുത്ത് കയ്യിലോട്ട് എടുത്ത് വെച്ചിട്ട് പറയാം, നിങ്ങൾ ഈ ശിശുവിനെ പോലെ ആകണമെന്ന്. എന്തുകൊണ്ടാണ് ഈ ശിശുവിനെ പോലെ ആകണമെന്ന് പറയുന്നത്? 2-3 കാര്യങ്ങൾ. ഒന്ന്, ഹ്യൂമിലിറ്റി, താഴ്മ. ഉം. എപ്പോഴെങ്കിലും ഒരു കുഞ്ഞ് പള്ളിയിലേക്ക് കയറിയച്ച്, ആ ഈ പ്രാവശ്യം കമ്മിറ്റിയിൽ എന്നെ കൂട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഒരിക്കലും കാണത്തില്ല, ഒരിക്കലും കാണത്തില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ പള്ളി കമ്മിറ്റി പോലെ ഈഗോ നിറഞ്ഞൊരു സ്ഥലം വേറെ കണ്ടിട്ടുണ്ടോ? എന്തുമാത്രം ഈഗോ! എല്ലാം കർത്താവിനെ സേവിക്കാൻ വേണ്ടിയാ കയറി വന്നിരിക്കുന്നത്, പക്ഷെ ഭയങ്കര ഈഗോയാ. അങ്ങനെയുള്ളവരെ നോക്കി യേശു കർത്താവ് പറയാണ്, എന്താണ്? നിങ്ങൾ ശിശുവിനെ പോലെ ആകണം. നീ ഇപ്പൊ ചാടണ്ട, പിന്നെ ചാടിയാൽ മതി. ആ വെയിറ്റ് ചെയ്യും കുഞ്ഞുങ്ങൾ, അല്ലേ? ഞാൻ പറയുന്നത് വളരെ ചെറിയ കുഞ്ഞുങ്ങൾ, അവർക്ക് ഈഗോ ഒന്നുമില്ല. വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 സെക്കൻഡ് കരഞ്ഞോണ്ട് തന്നെ ഓടി നമ്മുടെ അടുക്ക് വന്നേച്ച് നമ്മുടെ കൈ കയറി ഇരിക്കും. മുതിർന്നവരാണെങ്കിലോ, ഒന്ന് വഴക്ക് കൂടിയാൽ പിന്നെ അടുക്കത്തില്ല, വിളിച്ചാൽ വരത്തില്ല, ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. അപ്പോൾ കർത്താവ് പറയുക, നിങ്ങൾ ശിശുക്കളെ പോലെ ആകണം, എന്നാലേ വലിയവനാകാൻ തോന്നും. 2, ഹ്യൂമിലിറ്റി മാത്രമല്ല, ഡിപ്പെൻഡൻസ്. എന്നെ ആരും സഹായിക്കണ്ട, തനിയെ വഴിവെട്ടി വന്നവനാന്ന് ശിശു പറയുമോ? തനിയെ വഴിവെട്ടി വന്നവനാ ഞാൻ, എപ്പോഴെങ്കിലും ഒരു ശിശു പറയുമോ? ഇല്ല. കുഞ്ഞുങ്ങളെ നോക്ക്, കൈ ഇങ്ങനെ പൊക്കി വെച്ച് അപ്പാ എടുക്ക്. എന്താ? ഡിപ്പെൻഡൻസ്. അപ്പോ ഈ സെൽഫ് റിലയൻസ്, സ്വയപര്യാപ്തത എന്ന് പറയുന്നത് ദൈവം ഇത്രയും വെറുക്കുന്ന വേറൊരു കാര്യമില്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ്, ഞാനില്ലെങ്കിൽ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, നത്തിങ്, സീറോ, നിങ്ങളൊരു വട്ടപൂജ്യമാണെന്ന്. ആ ബോധ്യത്തിലേക്ക് വരുന്നതാണ് ശിശുവിനെ പോലാകുക. കർത്താവേ, അങ്ങ് ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങളെയും കൊണ്ടൊന്നും ഒക്കത്തില്ല. ഞാനൊന്ന് ഓർത്ത് നോക്കുക, നമ്മുടെ സഭ, നമ്മുടെ കമ്മിറ്റികൾ, നമ്മുടെ ശുശ്രൂഷകൾ എത്രയോ വ്യത്യസ്തമാകും. എല്ലാവരും പറയാ, കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. 3, താഴ്മ മാത്രമല്ല, ഡിപ്പെൻഡൻസ് മാത്രമല്ല, ടീച്ചബിലിറ്റി. പിള്ളേരെ കണ്ടിട്ടുണ്ടോ? അപ്പാ ഇതെങ്ങനെയാ ചെയ്യുന്നത്? ഉടനെ ആ സാധനം എടുത്ത് കൈ തരും. ഒന്ന് പഠിപ്പിക്കാമോ? ഒന്ന് ചെയ്യാമോ? ഒന്ന് പറഞ്ഞു തരാമോ? എപ്പോഴും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും, ഇതെങ്ങനെയാ ചെയ്യുന്നത്, അതെങ്ങനെയാ ചെയ്യുന്നത്, എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയവരാണെങ്കിലോ, നിങ്ങളൊന്ന് നോക്കണം, അറിയാത്ത വഴിയിലൂടെ വണ്ടി ഓടിച്ചു പോവുകയാണെങ്കിലും ഇനി വഴി തെറ്റി ദിവസം മുഴുവൻ നഷ്ടപ്പെട്ടു പോയാലും ചോദിക്കത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചോദിക്കത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ പുരുഷന്മാർക്ക് ഭയങ്കര ഈഗോയാ. ഓൾറെഡി എത്തേണ്ട സ്ഥലത്ത് നിന്ന് താമസിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞു എന്നാലും ചോദിക്കത്തില്ല. അപ്പൊ ഭാര്യ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്, ഒന്ന് ചോദിക്കൂ, നമ്മൾ ചോദിക്കത്തില്ല. അപ്പൊ ഇതാണ് നമ്മുടെ പ്രശ്നം, ടീച്ചബിൾ അല്ല. പറഞ്ഞു മനസ്സിലായി? എന്നാൽ കുഞ്ഞുങ്ങൾ അങ്ങനല്ല. കുഞ്ഞുങ്ങൾ എന്തെങ്കിലും വന്ന, അപ്പ ഇതെങ്ങനെ, അതെങ്ങനെ, ടീച്ചബിലിറ്റി. മനസ്സിലായ? അപ്പോ നമുക്ക് ഇൻസ്ട്രക്ഷൻ ലഭിക്കാനുള്ളൊരു മനസ്സ് വേണം. വി ഷുഡ് ബി ഓൾവേസ് വില്ലിംഗ് ടു ലേൺ, വില്ലിംഗ് ടു ട്രസ്റ്റ്, വില്ലിംഗ് ടു റിസീവ് ഇൻഫർമേഷൻ. ഹൃദയം കഠിനമായ ഒരു അനുഭവം അല്ല. ഈ ശുശ്രൂഷയിൽ വരുന്നവരെ ഏറ്റവും പ്രയാസമുള്ള കാര്യം ഞാൻ പറയാം. ഇൻ പീപ്പിൾ ഹു കം ഇൻ ടു മിനിസ്ട്രി, അയ്യോ, ഇവരെ ഒന്ന് പഠിപ്പിക്കാൻ എന്തൊരു പ്രയാസമാണെന്നറിയോ? എല്ലാവർക്കും എല്ലാം അറിയാം, അറിയാത്തതായിട്ടൊന്നുമില്ല. എവ്രിതിങ് ദേ നോ. ഇവരെ എന്ത് പഠിപ്പിക്കും? നമ്മൾ ഒരു കാര്യം അങ്ങോട്ട് പറയുമ്പോൾ 10 കാര്യം ഇങ്ങോട്ട് പറയും. നമ്മൾ എങ്ങനെ പഠിപ്പിക്കും? ടീച്ചബിലിറ്റി ഇല്ല. മനസ്സിലായോ? നമ്മൾ അങ്ങോട്ട് പറയുമ്പോഴേ ഇവരുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാം, ഇങ്ങോട്ടൊന്നും പറയണ്ട, നമ്മൾ ഇതൊക്കെ എത്ര കേട്ടിരിക്കുന്നു. അങ്ങോട്ട് വേണമെങ്കിൽ 2 എണ്ണം പറയാം. ടീച്ചബിൾ ആയിരിക്കണം, എന്നാലേ നമുക്ക് ഈ ശിശുക്കളെ പോലെ ആകാനൊക്കത്തുള്ളൂ. പിന്നെ സിംപ്ലിസിറ്റി ഓഫ് ഫെയ്ത്ത്. സിംപ്ലിസിറ്റി ഓഫ് ഫെയ്ത്ത്. കണ്ണടച്ച് അങ്ങോട്ട് തിരിഞ്ഞു നിന്നെന്ന് പറഞ്ഞ ഉടനെ അതെന്തിനാ, അത് എപ്പോൾ തുറക്കാൻ പറ്റും? കൊച്ചു കുഞ്ഞുങ്ങളതൊന്നും ചോദിക്കത്തില്ല, പറഞ്ഞ ഉടനെ വിശ്വസിക്കും, കേൾക്കും. അപ്പോൾ ഇതുപോലുള്ള ഒരു മാതൃകയാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവസാനമായി, ലോലിനെസ് ഇൻ ദ വേൾഡ്സ് ഐസ്. അന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അവരെ ഇൻഡിവിജ്വൽസ് ആയിട്ട് പോലും കാണാനൊരു കാലമാണ്. ദേ വർ ലുക്ക്ഡ് അറ്റ് ആസ് പ്രോപ്പർട്ടി. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവരെ മൈൻഡ് ചെയ്യത്തില്ല. അവരത് ഉണ്ടല്ലോ, ലോകത്തിൻ്റെ മുമ്പിൽ അങ്ങനെ വലിയ സ്ഥാനമൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ ലോകത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വലിയ പ്രസക്തി ഇല്ലാത്തവരാണ് ക്രിസ്തുവിൻ്റെ കണ്ണിൽ ഒരുപാട് പ്രസക്തി ഉള്ളത്. അപ്പോൾ ഈ ലോകത്തിൽ ഞാൻ പ്രസക്തി ഇല്ലാത്തവനാകണമെങ്കിൽ ആയാൽ മാത്രമേ ദൈവത്തിൻ്റെ കണ്ണിൽ
ഒരു പക്ഷെങ്കിൽ എനിക്ക് വലിയവനാകാൻ ഒക്കത്തുള്ളൂ. അതാണ് കർത്താവ് പറയുന്നത്, ശിശുക്കളെ പോലെ നിങ്ങൾ ആകണം. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ചിലപ്പോഴേ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ മധ്യത്തിൽ, ചിലപ്പോൾ നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ ഒക്കെ ഇടയിൽ കുഞ്ഞുങ്ങളൊക്കെ അതുവഴി ഇതുവഴിയൊക്കെ പോകുമ്പോൾ നമ്മൾ അവരെ മൈൻഡ് പോലും ചെയ്യത്തില്ല, അല്ലേ? കാരണം നമുക്ക് വലിയ വലിയ കാര്യങ്ങളാണല്ലോ പറയാനുള്ളത്. ഈ കുഞ്ഞുങ്ങളെ നമ്മൾ മൈൻഡ് പോലും ചെയ്യത്തില്ല. അപ്പൊ കർത്താവ് പറയാ, അങ്ങനെ ലോകത്തിന്റെ കണ്ണിൽ പെടാത്ത കുഞ്ഞുങ്ങളെ പോലെ ആകുമ്പോഴാണ് എൻ്റെ കണ്ണിൽ അവര് വലിയവരാകുന്നത്. അപ്പോൾ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ആകണമെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ പോലെ ആകണം. അതിന് കർത്താവ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ, എന്നിട്ട് പറയുന്നത് എന്താ? തന്നെത്താനെ താഴ്ത്തണം. യു ഷുഡ് ഹംബിൾ യോർ സെൽഫ്. കർത്താവെ എന്നെ താഴ്ത്താനല്ല പറയുന്നത്, പിന്നെ നമ്മളെ തന്നെ താഴ്ത്തണം. ഈ പ്രമാണം നമ്മൾ ആവർത്തിച്ച് വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ഹംബിൾ ദൈ സെൽഫ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ്. നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുക എന്നുള്ളതാണ്. അപ്പൊ ഈ താഴ്മ എന്ന് പറയുന്നത് നാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുക. എങ്ങനെയാ താഴ്ത്തുന്നത്? ഡിപ്പെൻഡൻസ് കാണിക്കുക. കർത്താവെ, നിന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല കർത്താവെ. ഇന്നത്തെ ദിവസം വിജയകരമായി ജീവിക്കണമെങ്കിൽ അങ്ങ് സഹായിച്ചില്ലെങ്കിൽ ഒക്കത്തില്ല കർത്താവെ. മൈ ഡിപ്പെൻഡൻസ് ഇസ് കംപ്ലീറ്റ്ലി ഓൺ യു. ദാറ്റ് ഷോസ് ഹ്യൂമിലിറ്റി. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട് പറയണം, അപ്പാ, അങ്ങ് എന്നെ ഇന്ന് കരുതിയില്ലെങ്കിൽ, അങ്ങ് ഇന്ന് എന്നെ താങ്ങിയില്ലെങ്കിൽ, അങ്ങ് ഇന്ന് എന്നെ നടത്തിയില്ലെങ്കിൽ, അങ്ങ് ഇന്ന് എന്നെ സഹായിച്ചില്ലെങ്കിൽ, ഇന്ന് എനിക്കൊരു ഈ പഴയ ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്, ഐ കാൺട്ട് ഈവൻ വാക്ക് വിത്തൗട്ട് യു ഹോൾഡിങ് മൈ ഹാൻഡ്. കർത്താവെ, നീ എൻ്റെ കരം പിടിച്ചില്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ അടിയന് കഴിയത്തില്ല എന്ന് പറയുന്നതാണ് ഹ്യൂമിലിറ്റി. മനസ്സിലായോ? അപ്പോൾ ആ ഒരു മാതൃകയിലേക്ക് നമ്മൾ വന്നാൽ സ്വർഗരാജ്യത്തിൽ വലിയവരാകാൻ നമുക്ക് സാധിക്കും. അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഈ ശിശുക്കളെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പിന്നെ കർത്താവ് പറയുന്നു, 5 മുതൽ 7 വരെയുള്ള വാക്യം, ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തൻ ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നത് അവന് നന്ന്. ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇങ്ങനെയുള്ള ശിശുക്കൾക്ക് ഇടർച്ച വരുത്തുന്നവർക്കെതിരെ യേശു കർത്താവ് ആഞ്ഞടിക്കുകയാണ്. We should not cause for these little ones to stumble. അതെന്താ അതിൻ്റെ അർത്ഥം? അപ്പൊ കർത്താവ് ആദ്യം പറയുകയാണ്, എന്താണ് പറയുന്നത്? ഇങ്ങനെയുള്ള ശിശുക്കളെ എൻ്റെ നാമത്തിൽ നിങ്ങൾ കൈക്കൊള്ളണം. ശിശുക്കളെ നിങ്ങൾ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളണം. ശിശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു നല്ലതല്ല എൻ്റെ അർത്ഥം, കേട്ടോ. കൊച്ചു കുഞ്ഞുങ്ങൾ അതിനകത്ത് പെടുമെങ്കിലും അതല്ല എൻ്റെ അർത്ഥം. വിശ്വാസത്തിൽ പുതിയത്, വിശ്വാസത്തിൽ ബലഹീനർ, ഒരു പക്ഷെങ്കിൽ നമ്മുടെ പക്വതയിലേക്ക് വരാത്തവർ, കർത്താവിൻ്റെ സഭയിൽ ആദ്യമായി കടന്നു വരുന്നവർ, ഈ എല്ലാ കൂട്ടത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഇങ്ങനെ ഉള്ളവരെ നിങ്ങൾ കൈക്കൊണ്ടാൽ നിങ്ങൾ എന്നെ കൈക്കൊള്ളും. പിന്നെ ഒരു വാർണിംഗ് പറയുകയാണ്, ഇവർക്ക് ഇടർച്ച വരുത്തരുത്. മനസ്സിലായോ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ചെറിയവരിൽ അല്ലെങ്കിൽ ഒരു ശിശുവിന് ഇടർച്ച വരുത്തിയാൽ അങ്ങനെയുള്ളവന്റെ കഴുത്തിൽ ഒരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നത് നല്ലത്. ഇടർച്ച വരുത്തരുത്. എന്ത് ശക്തമായാണ് കർത്താവ് പറയുന്നത്. വേറെ പാപികളെ കുറിച്ചൊന്നും കർത്താവ് ഇത്രയും ശക്തമായി പറയുന്നില്ല. നിങ്ങൾ അവർക്ക് ഇടർച്ച വരുത്തരുത്. വരുത്തിക്കഴിഞ്ഞാൽ ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വളരെ ശക്തമായ ഒരു പ്രതികരണം ഉണ്ടാകും. അപ്പൊ എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇടർച്ച വരുത്തുന്നത്? എങ്ങനെയാണ് ഇടർച്ച വരുത്തുന്നത്? ഇടർച്ച വരുത്തുന്നത് ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത്, ബലഹീന സഹോദരന് മുമ്പ് നമ്മുടെ ജീവിത സാക്ഷ്യം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. മനസ്സിലായോ? ഉദാഹരണം ഞാൻ പറയാം. ഈ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ, നിങ്ങൾ ഈ തിന്നുകയും വിഗ്രഹാർപ്പിതം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ചും ഈ എന്തകത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. എവറിത്തിങ് ഈസ് പെർമിസിബിൾ ബട്ട് നോട്ട് എവറിത്തിങ് ഈസ് ബെനിഫിഷ്യൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നതെന്ന് അറിയാമോ? ബലഹീന സഹോദരന് നിങ്ങൾ ഇടർച്ച വരുത്തരുത്. ഇടർച്ച
വരുത്തരുത്. എൻ്റെ ഒരു ആക്ഷൻ കാരണം എൻ്റെ ഒരു ബലഹീന സഹോദരന് ഇടർച്ച വരരുത്. ഉം. അപ്പോ ഇല്ല, എനിക്ക് കർത്താവിൽ സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് ചെയ്യുന്നതിലൊന്നും ഒരു കുഴപ്പമില്ലായിരിക്കും. ബലഹീന സഹോദരൻ ഇടർച്ച വരുത്തുന്നുവെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത്. ചെയ്താൽ കർത്താവ് എന്താ പറയുന്നറിയോ? അവന്റെ കഴുത്തിൽ തിരിക്കല്ല് കെട്ടുന്നതാണ് ബെറ്റർ. ഇടർച്ച വരുത്തുന്ന ഒന്നാമത്തെ വിധം. എനിക്കറിയാം ഞാൻ ദൈവസന്നിധിയിൽ തെറ്റൊന്നുമല്ല ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കിത് ചെയ്യാം. അങ്ങനെ ചെയ്തു വരുമ്പോഴായിരിക്കും ബലഹീന സഹോദരൻ ഒരുപക്ഷെങ്കിൽ അതിനകത്ത് അകപ്പെടുന്നത്. അതുകൊണ്ട് സാക്ഷ്യം നമ്മൾ സൂക്ഷിക്കണം. രണ്ടാമത്തെ കാര്യം, ഉപദേശം. ഇന്ന് ഇന്ത്യയിലെ സഭ, പ്രത്യേകിച്ച് കേരളത്തിലെ സഭയെ ഒരുപാട് പേര് ഇടർച്ച വരുത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? കള്ളപ്രവാചകന്മാരും കള്ള ഇടയന്മാരും ഭയങ്കരമായി ഇടർച്ച വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ കണ്ണുകൊണ്ട് ഒരുപാട് 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 വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞ് അവരെ ചൂഷണം ചെയ്ത്, അവരെ തെറ്റിദ്ധരിപ്പിച്ച്, അവരെ പ്രവചനം എന്ന പേരിൽ അവരെ ഒരു വലിയ കെണിക്കകത്താക്കി, ഭയത്തിൻ്റെ ഒരു വലിയ വലയത്തിനകത്താക്കി അവരെയും കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിക്കുന്ന ഒരുപാട് കള്ള പ്രവാചകന്മാർ ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട്. യേശു കർത്താവ് എന്നാ പറയുന്നറിയോ? ഇങ്ങനെയുള്ള ഇടർച്ച വരുത്തുന്നവൻ അവൻ്റെ കഴുത്തിൽ ഒരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിൽ ഇട്ട് കളയുന്നതാണ് ബെറ്റർ. എത്രയോ ആളുകളുടെ കുടുംബജീവിതം കള്ളപ്രവാചകന്മാർ കാരണം നശിച്ചു പോയിട്ടുണ്ടെന്നറിയോ? പ്രവചനം കിട്ടി അവസാനം പ്രവചനം ഒന്നും നടക്കാത്തപ്പോൾ ദൈവത്തെയും വിട്ട് കർത്താവിനെയും വിട്ട് സകലവും വിട്ട് നടക്കുന്ന ഇതാണ് ഇടർച്ച വരുത്തുന്നത്. അപ്പൊ പലപ്പോഴും ആടുകളെ കാക്കേണ്ട ഇടയന്മാരാണ് ഇടർച്ച വരുത്തുന്നത്. ഒരുപാട് സൂക്ഷിക്കണം. കർത്താവ് പറയാം, അങ്ങനെയുള്ളവരോട് വളരെ കഠിനമായ ഒരു ശിക്ഷയാണ് കർത്താവ് അവർക്ക് കൊടുക്കാൻ പോകുന്നത്. സോ നമ്പർ 1, we should not lead people. Number 3, we should not lead people into temptation. പരീക്ഷയിലേക്ക് അവർ അകപ്പെടാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരിയെ യാതൊരു പരീക്ഷയ്ക്കകത്ത് അകപ്പെടാതിരിപ്പാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം അവരെ കൊണ്ടുപോകരുത്. 4, ഇവരെ വേലി കെട്ടി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. നമ്മുടെ ഇടയിൽ യൗവനക്കാരും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ നഷ്ടപ്പെട്ട് കുറ്റം പറയാൻ എളുപ്പമാ. ഏതാ അവൻ ഇന്നലെ അവൻ പോയിച്ചതുണ്ട്, അതെല്ലാം കാണിച്ചേച്ച് വന്നിട്ടുണ്ട്, അത് പറയാൻ ഭയങ്കര എളുപ്പമാ. അവൻ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്തത്? അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്തോ? അവൻ മറ്റ് സ്ഥലങ്ങളിൽ പോകാതെ നമ്മുടെ കൂട്ടത്തിൽ നിൽപ്പാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ വേലി കെട്ടി? നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇടർച്ച വരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം. പിന്നെ കർത്താവ് പറയാണ്, ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞാൽ ലോകം എന്നും ഇടർച്ച വരുത്തിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ ഒരു പാപം നിറഞ്ഞ ലോകത്തിലാണ് ജീവിക്കുന്നത്, അല്ലേ? മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇറ്റ് ഈസ് എ ഫോളൻ വേൾഡ്. ഈ ലോകം എന്ന് പറയുന്നത് വിൽ ഓൾവേസ് കോസ് പീപ്പിൾ ടു സ്റ്റംബിൾ. അത് ഈ ലോകത്തിന്റെ പ്രത്യേകത. പക്ഷെങ്കിൽ ഇടർച്ച വരുത്തുന്നത് ആവശ്യമെങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. അപ്പോൾ ആരെങ്കിലും ഇടർച്ച വരുത്തുന്നുവെങ്കിൽ, ഇഫ് എനി വൺ കോസസ് someone ടു സ്റ്റംബിൾ, അവന് അയ്യോ കഷ്ടം. ദൈവത്തിന്റെ വലിയ ന്യായവിധി അവന്റെ മേൽ ഉണ്ടാകും എന്ന് കർത്താവ് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ശിശുക്കളെ പോലെ ആയിരിക്കണം. ശിശുക്കളോടുള്ള പ്രതികരണം എങ്ങനെ ആയിരിക്കണം? അവർക്ക് ഇടർച്ച വരുത്താതെ നാം അവരെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. 3, ഇങ്ങനെ ആയിരിക്കുമ്പോൾ പാപത്തോട് നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം? 8 മുതൽ 9 വരെ. ഇതെല്ലാം ഇൻസ്ട്രക്ഷൻ മാനുവലാ, മനസ്സിലായോ? നമ്മൾ എന്തായിരിക്കണം എന്നുള്ളത് യേശു കർത്താവ് പടിപടിയായി പറഞ്ഞു തരികയാണ്. 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ, നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കൊള്ളുക. 2 കൈയും 2 കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കടക്കുന്നത് നിനക്ക് നല്ലത്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. 2 കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി ജീവനിൽ കടക്കുന്ന നിനക്ക് നല്ലത്. ഇതെന്താണ് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്? കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത് റാഡിക്കൽ ആക്ഷൻ അഗൈൻസ്റ്റ് സിൻ. പാപത്തോടുള്ള നമ്മുടെ പ്രതികരണം വളരെ റാഡിക്കൽ ആയിരിക്കണം. അതായത് പാപത്തോട് നമ്മൾ പ്രതികരിക്കുമ്പോൾ കോംപ്രമൈസോ അക്കോമഡേറ്റീവ് ആയിട്ടോ പ്രതികരിക്കാൻ ദൈവം നമുക്ക് അനുവാദം തരുന്നില്ല. വി ഷുഡ് ബി എക്സ്ട്രീംലി റാഡിക്കൽ. ഇവിടെ എന്താ പറഞ്ഞു വരുന്നത്? ഈ
നമ്മുടെ ബോഡിലി ഡിസിപ്ലിൻ കൊണ്ടല്ല നമ്മൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്, അല്ലേ? നമ്മൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന യേശു കർത്താവിന്റെ ക്രൂശ് മുഖാന്തരം വിശ്വാസത്താൽ മാത്രം, കൃപയാൽ മാത്രം നാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നു. നീതീകരണം ലഭിക്കുന്നത് ഞാൻ എന്തുമാത്രം എൻ്റെ ശരീരത്തെ സൂക്ഷിച്ചു എന്നുള്ളതിലല്ല നീതീകരണം. നീതീകരണം കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ഞാൻ അതിൽ വിശ്വസിച്ചതുകൊണ്ടാണ് നീതീകരണം. എന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാസത്തിലായിരിക്കുന്ന സഭയുടെ ഭാഗങ്ങളായ നിങ്ങളുടെ ജീവിതം വെടിപ്പായി സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾ റാഡിക്കൽ മെത്തേഡ്സ് അപ്ലൈ ചെയ്യണം. എന്തുവാണ് റാഡിക്കൽ മെത്തേഡ്സ്? ഏതെങ്കിലും കാര്യം പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം, ആ ഒരു സംഭവം, ആ ഒരു പശ്ചാത്തലം, ആ ഒരു ബന്ധം മുറിച്ചു മാറ്റണം എന്നാണ് കർത്താവ് പറയുന്നത്. മനസ്സിലായോ? So, keeping from sin as long as it is convenient is not what God is expecting from us. അപ്പോൾ എനിക്ക് ഉദാഹരണം പറഞ്ഞാൽ ചില പാപങ്ങളോടൊന്നും എനിക്ക് വലിയ ആസക്തിയില്ല. അപ്പൊ അതിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് എളുപ്പമാ എന്നൊരു നിങ്ങൾ വെച്ചോ. ചില പാപങ്ങളിൽ നിന്ന് ഞാൻ മാറി നിൽക്കണമെങ്കിൽ വലിയ വില കൊടുത്താലേ പറ്റത്തുള്ളൂ, വളരെ കാര്യമായി ഇതിനെ നേരിട്ടാലേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ത്യാഗത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണ് നമ്മൾ വേണ്ടാത്തത് കാണുന്ന ഉടനെ നമ്മൾ നമ്മുടെ കണ്ണിനെ ചൂന്നെടുത്ത് കളയാനല്ല കർത്താവ് പറയുന്നത്. ബോഡിലി മ്യൂട്ടിലേഷനെ കുറിച്ചല്ല കർത്താവ് പറയുന്നത്. മനസ്സിലായോ? ബോഡിലി മ്യൂട്ടിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കണ്ണ് ചൂന്നെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബ്രെയിനകത്തുള്ള ചിന്തകൾ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ ബ്രെയിൻ വെട്ടിക്കളയുവോ? അപ്പൊ പിന്നെ കത്തു പോകത്തില്ലേ? അപ്പൊ അതല്ല കർത്താവ് പറയുന്നത്. മനസ്സിലായോ? പക്ഷെങ്കിൽ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അത്രമാത്രം ഇതിനെ ഗൗരവമായി കാണണം. പാപത്തിന് വേണ്ടി നമുക്ക് വരുന്ന, അല്ലെങ്കിൽ പാപം ചെയ്യുവാൻ നമുക്ക് വേണ്ടി ഒരുക്കി തരുന്ന സാഹചര്യങ്ങൾ, ബന്ധങ്ങൾ, കോണ്ടാക്ട്സ്, പ്ലേസസ് നമ്മുടെ ജീവിതത്തിൽ വളരെ കാര്യമായി, ഗൗരവമായി നമ്മൾ മുറിച്ചു മാറ്റണം എന്നാണ് കർത്താവ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ എങ്ങനെയായിരിക്കണം നാം? ദൈവരാജ്യത്തിൽ വലിയവനാകണം, ശിശുക്കളെ പോലെ ആകണം. ശിശുക്കളോട് എങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രതികരണം? ശിശുക്കളെ നമ്മൾ കാക്കണം, അവർക്ക് ഇടർച്ച വരുത്തരുത്. പിന്നെ എങ്ങനെ ആയിരിക്കണം നാം നമ്മെ തന്നെ പാപത്തിൽ നിന്ന് വളരെ വളരെ ഗൗരവമായി നമ്മളെ വിശുദ്ധിയിൽ നാം നിർത്തണം. പിന്നെന്തുവാ? ഈ ശിശുക്കളോടുള്ള നമ്മുടെ കടപ്പാട് എന്താണ്? അതാണ് അടുത്തത്. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ 10 മുതൽ 14 വരെ. ഈ ചെറിയവൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 100 ആടും ഉണ്ട് എന്നിരിക്കട്ടെ. അവയിൽ ഒന്ന് തെറ്റി ഉഴന്നുപോയാൽ 99നെയും വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരയുന്നില്ലയോ? അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99ലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. അപ്പോൾ എന്തായിരിക്കണം നമ്മുടെ പ്രതികരണം? ഈ ചെറിയവരോട്, ഈ ശിശുക്കളോട് നാം ഒരുപാട് കരുണയും ഒരുപാട് സ്നേഹവും നമ്മൾ കാണിക്കണം. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് പറയുന്നറിയോ? സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവിടെ ഗാർഡിയൻ ഏഞ്ചൽ എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് ഒക്കെ ഇതിനകത്തുനിന്നാണ് വരുന്നത്. അങ്ങനെ വ്യക്തമായി ബൈബിള് പറയുന്നില്ലെങ്കിലും എബ്രായ ലേഖനത്തിൽ നമ്മൾ പറയുന്നില്ല, ദൂതന്മാർ സേവകാത്മാക്കളല്ലയോ, അല്ലേ? തന്നെ ശുശ്രൂഷിക്കുന്നവരുടെ സേവകാത്മാക്കൾ എന്ന് പറഞ്ഞാൽ there are angels who are guarding God's people. അപ്പോൾ യേശു കർത്താവ് അവരെ കുറിച്ച് പറയുന്ന അവരുടെ ദൂതന്മാർ എന്താ പറയുന്നത്? സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് പറഞ്ഞാൽ ദൂതന്മാർ, those angels are bothered about these little ones എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരു കാര്യം പറയുന്നു, ഈ സ്നേഹം എന്താണ്? 99നെയും വിട്ട് ഒന്നിന്റെ പുറകിൽ പോകുന്ന ഈ സ്നേഹം. ഈ സ്നേഹത്തിന്റെ പ്രത്യേകത എന്നാ? ഇറ്റ് ഈസ് എൻ ഇൻഡിവിജ്വൽ ലവ്. ഓരോരുത്തരുടെ പുറകിൽ പോകുന്നു. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഹോദരി സുരേഖ പറഞ്ഞതുപോലെ ആ രേണുക സഹോദരി വാറങ്കളിലുള്ള 99നെ വിട്ടിട്ട് ഒന്നിന്റെ പുറകിൽ പോകുന്ന അനുഭവം. ഇതാണ് പ്രിയമുള്ളവർ, ഇതാണ് ക്രിസ്തു സ്നേഹം. ഇറ്റ് ഈസ് എൻ ഇൻഡിവിജ്വൽ ലവ്, കൂട്ടസ്നേഹമല്ല. 2 പേഷ്യന്റ് ലവ് ആണ്. ഇന്നൊരു പക്ഷെങ്കിൽ പ്രതികരിച്ചു എന്ന് വരത്തില്ല, നാളെ ഒരു പക്ഷെ പ്രതികരിച്ചു എന്ന് വരത്തില്ല, എങ്കിലും ആ ഒന്നിന്റെ പുറകിൽ പോകുന്ന
സ്നേഹം. 3, ഇറ്റ് ഈസ് എ സീക്കിംഗ് ലവ്. ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് സ്നേഹിക്കാമെന്നല്ല, അതിന്റെ പുറകിൽ പോകുന്ന സ്നേഹം. അതിന്റെ പുറകിൽ പോകുന്ന സ്നേഹം. 4, ഇറ്റ് ഈസ് എ റിജോയ്സിങ് ലവ്. ഈ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു വരുമ്പോൾ ഉള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ 99 കയ്യിലിരിക്കുന്നതിനെക്കാട്ടിലും വലിയ സന്തോഷമാണ്. പിന്നെ ഇറ്റ് ഈസ് എ പ്രൊട്ടക്റ്റിംഗ് ലവ്. കാത്ത് സൂക്ഷിക്കുന്ന ഒരു സ്നേഹം. ഇതാണ് ദൈവസ്നേഹം. അപ്പൊ നമ്മൾ എങ്ങനെ ആയിരിക്കണം? നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഒന്നിന്റെ പുറകിൽ പോകണം, സഹിഷ്ണുതയോടെ കാത്തിരിക്കണം. ഒന്ന് പറഞ്ഞവർ വന്നില്ലെങ്കിൽ രണ്ടാമത് വിളിക്കണം, രണ്ടാമത് വന്നില്ലെങ്കിൽ മൂന്നാമത് വിളിക്കണം. 3, ഇറ്റ് ഈസ് എ സീക്കിംഗ് ലവ്. അവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. ചിലപ്പോൾ അങ്ങനെ കേട്ടോ, കൂട്ടായ്മയൊക്കെ നടത്തുമ്പോഴേ അവർ യൂത്ത്സ് ഒന്നും വരുന്നില്ല, അവർക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പോകുന്നത്? അതല്ല, 99 വിട്ട് ഒന്നിന്റെ പുറകിൽ പോകണം. പിന്നെ സന്തോഷിക്കുന്ന, അതായത് മടങ്ങി വരുമ്പോൾ സന്തോഷിക്കുന്ന സ്നേഹം, ഇവരെ കാത്തു സൂക്ഷിക്കുന്ന സ്നേഹം. ഇതിൽ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ, പലപ്പോഴും ഈ ചെറിയവരിൽ ഒരുവനോട് നമ്മൾ ഈ സ്നേഹം കാണിക്കാറില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഈ 2 ദിവസം മുമ്പ് ഞാനൊരു യൂത്ത് മീറ്റിംഗ് പ്രസംഗിക്കാൻ പോയി. അപ്പോൾ പ്രസംഗിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്നോട് സംസാരിക്കണം. അപ്പം ഞാനിങ്ങനെ ഇവരോട് ഇങ്ങനെ അവരുടെ ഡൗട്ട്സ് ഉണ്ട്, അവരുടെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ. അപ്പോൾ ഒരുത്തനാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പക്ഷേ സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ അതിനോട് പ്രതികരിച്ചു. അപ്പോൾ അവന് കർത്താവിനെ സേവിക്കണം, കർത്താവിൻ്റെ പുറകിൽ പോകണം. ചെറുപ്പക്കാരൻ, 12ാം ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ ഇവനോട് ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ്റെ സംശയങ്ങളൊക്കെ ചെയ്തപ്പോൾ വേറെ 2-3 കുഞ്ഞുങ്ങൾ ഇങ്ങനെ ലൈനിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പരിപാടി നടത്തുന്ന മൂപ്പന്മാരുണ്ടല്ലോ, വലിയ ഉള്ളികൾ, അവർ ഈ വന്ന വൻ പാർട്ടികളുടെ പുറകിൽ ഇങ്ങനെ നടക്കുക. ഏതാ ഈ ഇതിൻ്റെ എന്താ പറയണ്ടേ, ഈ ഇതിനൊക്കെ പണം മുടക്കുന്നവരും ഉണ്ടല്ലോ, വലിയ വലിയ വൻ പാർട്ടികൾ. അവരുടെ പുറകെ നടക്കുന്നു, അവർക്ക് വേണ്ടി കെയർ ചെയ്യുന്നു, അവർക്ക് ഡിന്നറിനെ കൊണ്ടുപോകുന്നു. ഈ പറഞ്ഞ പിള്ളേർ എന്തുവാ ചോദിക്കുന്നതെന്നോ, അവരുടെ സംശയം എന്തുവാണെന്നോ, അവരുടെ ആഗ്രഹം എന്തുവാണെന്നോ, അവരുടെ പ്രശ്നം ഇതൊന്നും ഒന്നും വേണ്ട. they don't want to know, they don't care. യേശു കർത്താവ് പറയുന്നത് അങ്ങനല്ല. മനസ്സിലായോ? അങ്ങനല്ല. എടാ, അവര് കഴിച്ചു. ഹോസ്പിറ്റാലിറ്റി വേണം, ആതിഥ്യ മര്യാദ കാണിക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടി ഇത് വെച്ചത്? നഷ്ടപ്പെട്ടു പോയ ഒന്നിനു വേണ്ടിയല്ലോ ഇത് വെച്ചത്. അപ്പൊ നമ്മുടെ ഫോക്കസ് മുഴുവൻ അവരായിരിക്കണം. അല്ലാതെ നമ്മുടെ VIP സീറ്റ് വന്നിരിക്കുന്നവർക്ക് വേണ്ടി പിന്നെ അവരുടെ പുറകെ പോയി അവരെ താങ്ങി അവരെ there is no point. അതിനകത്ത് അർത്ഥമില്ല. ദൈവസ്നേഹം, അതാണ് കർത്താവ് പറയുന്നത്. ഈ ചെറിയവരിൽ ഞാൻ എപ്പോഴും ചിന്തിക്കും, നമ്മുടെ സഭകളൊക്കെ ഈ യൗവനക്കാർക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന പണം, സമയത്തിൻ്റെ, സാധാരണ മറ്റുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന പണവും സമയത്തിൻ്റെ ഒരു 100-1 ഈ യൗവനക്കാർക്ക് വേണ്ടി കാര്യമായി നമ്മൾ സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ, ആത്മീയമായ കാര്യങ്ങൾക്ക്, നമ്മൾ എല്ലാ ഞായറാഴ്ചയും വന്നു യൗവനക്കാർ നഷ്ടപ്പെട്ടു പോകുന്നു ആവശ്യം പിന്നെയും പറയേണ്ടി ഒന്നും വരത്തില്ല. നമ്മളിത് പറയുന്നുണ്ടെങ്കിലും വി ഡോണ്ട് കെയർ അബൌട്ട് ദം. അതാണ് അതിൻ്റെ സത്യം. നമ്മളിങ്ങനെ 10 പ്രാവശ്യം പറയും, അവരെ കിട്ടുന്നില്ല, അവരങ്ങ് പോകുന്നു, ഇവരിങ്ങനെ വരുന്നില്ല, ബട്ട് വി ഡോണ്ട് കെയർ. പിന്നെയും നമ്മുടെ എഫേർട്ടും എനർജിയും പണവും എവിടാ പോകുന്നത്? ഈ 99 വേണ്ടിയല്ലേ? അതിനുവേണ്ടി തന്നെയാണ് പോകുന്നത്. അവർക്ക് എങ്ങനെ കൂടുതൽ കംഫർട്ടബിൾ ആക്കാം, അവർക്ക് എങ്ങനെ ഇച്ചിലൂടെ വലിയ ചർച്ച് പണിയാം, അവർക്ക് എങ്ങനെ എയർ കണ്ടീഷൻ കൊടുക്കാം, ഇത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അല്ലാതെ ഈ നഷ്ടപ്പെട്ടു പോയ ഒരുത്തിന് എവിടെയെങ്കിലും ഒരു സുവിശേഷ യോഗം വെക്കും, ഒരു യൂത്ത് ഇവാഞ്ചലിസ്റ്റിക് എഫേർട്ട്. ഈ കഴിഞ്ഞ ആഴ്ച, ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല, ഞാനിതൊക്കെ ഓപ്പണായിട്ട് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, കോൺടെക്സ്റ്റ്. ഈയിടെ ഒരു കൂട്ടർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കൂട്ടർ വിളിച്ചിട്ട് പറഞ്ഞു, അവർ 2-3 മാസം വിളിച്ചാൽ ഞങ്ങളുടെ യൗവനക്കാരും വരുന്നില്ല ഇപ്പോൾ മീറ്റിങ്ങിന്. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല. എന്നിട്ട് പറഞ്ഞു, ബ്രദറെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഇത്രയും പേരൊക്കെ വരും, ഞങ്ങൾക്ക് തരാനൊന്നും പറ്റത്തില്ല, ഞങ്ങൾക്കൊന്നും. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, വാതിലൊന്ന് തുറന്നു തരാം. വാതിൽ തുറന്നു തന്നാൽ മതി, വേറെ ഒന്നും തരണ്ട. ജസ്റ്റ് ഓപ്പൺ ദാറ്റ് ഡോർ, നമുക്കൊന്നും വേറെ വേണ്ട. അവിടെ ചെന്ന് നമ്മൾ ശുശ്രൂഷിച്ചു, യൗവനക്കാരെല്ലാം വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പോളജിയാ, അയ്യോ സഹോദര നമുക്കൊന്നും. ഞാൻ പറഞ്ഞു, നമുക്കൊന്നും, കർത്താവിൻ്റെ കൃപ, നമുക്ക് ജോലിയും കൂലിയൊക്കെ ഉണ്ട്, നമുക്കൊന്നും വേണ്ട, നിങ്ങളൊന്നും പറയേണ്ട, നിങ്ങൾ ആ ഡോർ ഒന്ന് തുറന്ന് തന്നാൽ മതി. പക്ഷെ അതേ സമയം ഉണ്ടല്ലോ, ഇനി മറ്റേ ഫെസ്റ്റിവൽ ഇതേന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം ലക്ഷങ്ങളാണ് മുടക്കുന്നത്. സുവിശേഷം ആണ്ടിലൊരിക്കലാ പ്രസംഗിക്കുന്നത്, അതിനുവേണ്ടി മുടക്കാൻ കാശില്ല. ഇതാണ് നമ്മുടെ റിയാലിറ്റി. നമ്മളിത് മനസ്സിലാക്കണം. ദിസ് ഇസ് അവർ റിയാലിറ്റി.
അതാണ്ടാ കർത്താവ് പറഞ്ഞത്, ദിസ് ഇസ് എൻ ഇൻഡിവിജ്വൽ ലവ്, എ പേഷ്യന്റ് ലവ്, എ സീക്കിംഗ് ലവ്, എ റിജോയ്സിംഗ് ലവ്, എ പ്രൊട്ടക്ടിങ് ലവ്. ഈ സ്നേഹം ഇല്ലാതെ നമ്മൾ ഇങ്ങനെ പിന്നെയും ഞാനിത് കേട്ടങ്ങ് മടുത്ത് കേട്ടോ. ഓ, യൗവനക്കാരും എത്ര പ്രാവശ്യം പറയും, എത്ര പ്രാവശ്യം പറയും, യൗവനക്കാരും വരുന്നത്. ഇവിടെ യൗവനക്കാർ വന്നിട്ട് നമുക്ക് സ്ഥലമില്ല, നമുക്ക് സ്ഥലമില്ല. എല്ലാ പ്രാവശ്യവും നമ്മൾ രജിസ്ട്രേഷൻ ക്ലോസ് എന്ന് പറഞ്ഞ് പോസ്റ്റർ ഇടുക അല്ലാതെ. കാരണം എന്നാ, അവർക്ക് വേണ്ട സാധനം കൊടുക്കുക. സുവിശേഷത്തിന് മാത്രമേ അവരെ സ്വതന്ത്രരാക്കാൻ ഒക്കത്തുള്ളൂ. നമ്മുടെ ഈ മറ്റു പരിപാടികളും ഈ ചട്ടക്കൂട്ടുകളും ഒന്നും വിൽ നോട്ട് ഹെൽപ്പ്. പക്ഷെ ഇതിന്റെ പുറകിൽ അപ്പൊ ഇങ്ങനെയുള്ളവരെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളത് കാര്യമായിട്ട് എടുക്കണം. അങ്ങനെയെങ്കിൽ എന്തോ പറയുന്നേ, അങ്ങനെ തന്നെ ഈ ചെറിയവിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ സൈഡിലാകണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയവരുടെ പുറകിൽ പോകണം എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ഇനി അടുത്ത വിഷയം. പിന്നെ എങ്ങനെയാണ് ഫോർഗിവ്നെസ്, അടുത്ത വലിയ വിഷയമാണ് അന്യോന്യം ക്ഷമിക്കുന്ന വിഷയം കേട്ടോ. അപ്പൊ ഈ മാനുവൽ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 18-ന്റെ 15 മുതൽ 18 വരെ. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രം ഉള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാക്കേണ്ടതിന് അന്ന് 2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക. സഭയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇനിയും കർത്താവ് പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അന്യോന്യം സഭയിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഒന്ന് പറയുന്നത്, സഹോദരൻ നിന്നോട് പിഴച്ചാൽ, തിരിച്ചല്ല, നീ സഹോദരനോട് പിഴച്ചാൽ എന്നല്ല പറയുന്നത്. പിന്നെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ എന്ത് ചെയ്യണം? ഒന്ന്, യു ഷുഡ് കൺഫ്രണ്ട് ഹിം. എന്തോ പറയുന്നത്? നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അപ്പോൾ സഹോദരൻ നിന്നോട് പിഴച്ചാൽ എന്ത് ചെയ്യണം? ഒന്ന്, നീ അവനോട് ചെന്ന് കുറ്റം അവന് ബോധം വരുത്തണം എന്ന് പറഞ്ഞാൽ കൺഫ്രണ്ടേഷൻ. ഇന്നത്തെ കാലത്ത് ആർക്കും ഇഷ്ടമല്ല കൺഫ്രണ്ടേഷൻ, അല്ലേ? നമ്മൾ അവോയ്ഡിങ് ആണ്. ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവോയ്ഡ്. ഞാൻ ഉൾപ്പെടെ പറയാം, നമ്മളങ്ങ് അവോയ്ഡ് ചെയ്യുക. നമ്മൾ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? നമ്മൾ നമ്മുടെ വഴിക്ക് അങ്ങ് പോകും. കർത്താവ് പറയുന്ന, സഭയിൽ ഒരുവൻ നിന്നോട് വന്ന് എന്തെങ്കിലും ചെയ്താൽ ഒന്ന് നീ കൺഫ്രണ്ട് ചെയ്യണം. വളരെ സാവകാശം, വളരെ സൗമ്യമായി അവനോട് എന്ന് പറയണം, സഹോദരൻ നീ ചെയ്തത് തെറ്റിപ്പോയി. അല്ലെങ്കിൽ നമ്മളോടൊന്നും ചെയ്തതല്ല, വേറെ എന്തെങ്കിലും വിധത്തിലാണ് തെറ്റിപ്പോയതെങ്കിൽ വളരെ വ്യക്തമായി ദൈവവചനം പറയുന്നു, അവരിവിടെ തെറ്റി എന്ന് അവരോട് ചെന്ന് പറയണം. പിന്നെ ഇതെങ്ങനെ പറയണം? രഹസ്യമായി, അവനും നീയും ഉള്ളപ്പോൾ മാത്രം ചെന്ന് പറയണം. അല്ലാതെ നാളെ ഫേസ്ബുക്കിൽ എല്ലാം കൂടെ അടിച്ചു കയറ്റാനല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? നീയും അവനും തനിയെ ആയിരിക്കുമ്പോൾ ചെന്ന് അവനോട് ബോധ്യം വരുത്തണം. അപ്പോൾ പ്രിയമുള്ളവർ, ഇതൊരു നല്ല മോഡലാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരൻ, അവൻ പാപ സ്വഭാവത്തിലായിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് മാറി നടക്കുന്നു, അല്ലെങ്കിൽ ദൈവവുമായി ബന്ധമില്ലാതെ നടക്കുന്നു, ശരിയായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു, എന്തെങ്കിലും ആകട്ടെ എന്ന് പറയാൻ അനുവാദമില്ലെന്നാണ് പറഞ്ഞത്. സ്വകാര്യമായി അവരോട് ചെന്ന് പറയണം, സഹോദര നീ ഇവിടെ പിഴച്ചു, നീ ഇവിടെ തെറ്റിപ്പോയി, നീ തിരുത്തണം. സ്വകാര്യമായി പറയണം. അപ്പോൾ എന്താണ് കർത്താവ് പറയുന്നത്? അവൻ നിന്നെ കേൾക്കുന്നുവെങ്കിൽ 2 കാര്യം സംഭവിക്കുന്നു. നിനക്കൊരു സഹോദരനെ ലഭിക്കും. എന്താ സഹോദരൻ? കാരണം എന്നാ? നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്ന പ്രയാസം മാറും. 2, പരദൂഷണം പറയാതെ നീ അവനോട് ചെന്നല്ലേ പറഞ്ഞത്. നീ 4 ആളുകളോട് പറയാതെ അവനോട് ചെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ നിന്നെ കേട്ടാൽ എന്ത് സംഭവിച്ചു? നീ ഒരു സഹോദരനെ നേടി. ഞാൻ പണ്ടും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പ്രിയമുള്ളവർ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തുന്നവരാരാന്നറിയോ? ഈ സ്നേഹത്തിൽ വന്ന്, സഹോദര ഈ പോക്ക് ശരിയല്ല എന്ന് പറയുന്നവരാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്നോട് ചേർത്ത് നിർത്തുന്നത്. അല്ലാതെ വേറെ ഒരുത്തിനോട് ചെന്ന് ഇത് ശരിയല്ല കേട്ടോ, ഇത് എന്താ അങ്ങനെ പറയുന്നവനും ഞാനും തമ്മിൽ എന്ത് ബന്ധം? മനസ്സിലായോ? പക്ഷെ സ്നേഹത്തിൽ വന്ന് അത് വേണ്ട, അത് ശരിയല്ല, മോനെ തിരുത്തണം എന്ന് പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ വിലയേറിയ ആളുകളാണ്. അവരെ നമ്മൾ ചേർത്ത് നമ്മൾ നിർത്തണം. അങ്ങനെയുള്ളവരാണ് നമ്മുടെ യഥാർത്ഥ സഹോദരന്മാർ. പിന്നെ കേട്ടില്ലേ എന്ത് ചെയ്യും?
കേട്ടില്ല എന്ത് ചെയ്യും? പറയുന്നു, ഒന്നോ രണ്ടോ സഹോദരങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് പിന്നെയും ഇത് തന്നെ ചെയ്യണം. ഇത് ബിബ്ലിക്കൽ മോഡലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സഭയിൽ, അല്ലെ നമ്മുടെ കൂട്ടായ്മയിൽ, അല്ലെ നമ്മുടെ കോൺഗ്രിഗേഷനിൽ ഒരാൾ തെറ്റിപ്പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആദ്യം ചെയ്യേണ്ടത് പ്രൈവറ്റായി തനിയെ ചെന്ന് അവനോട് സംസാരിക്കണം. അവൻ കേട്ടാൽ വെരി ഗുഡ്, നിനക്ക് നല്ല സഹോദരൻ. കേട്ടില്ലെങ്കിൽ ഒന്നോ രണ്ടോ സഹോദരങ്ങളെ, മൂപ്പന്മാരെയോ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് ചെന്ന് പിന്നെയും ബോധ്യം വരുത്തണം, സഹോദരൻ നീ പോകുന്നത് ശരിയല്ല. അപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ അവർ കേൾക്കും. കേട്ടില്ലെങ്കിൽ ഇവിടെ പറയുന്നു, വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക, സഭയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. അപ്പോൾ അവര് പറയുന്നത് കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവനെ പുറജാതിക്കാരനെ പോലെ ട്രീറ്റ് ചെയ്യണം. എന്തുകൊണ്ടാ പുറജാതിക്കാരനെ ട്രീറ്റ് ചെയ്യണം? അവനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അവനെ കൂട്ടായ്മയുടെ വലയത്തിന്റെ പുറത്താക്കുമ്പോൾ അവൻ ശിക്ഷണത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ പൗലോസ് പറയുന്നില്ലേ, സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന്. എന്തിനു വേണ്ടിയാണെന്നറിയോ? ഈ കൂട്ടായ്മയുടെ ഒരു വലിയ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഒരു കാവലാണ് കൂട്ടായ്മ. അതിൻ്റെ പുറത്തേക്ക് അവനെ ആക്കിക്കളഞ്ഞാൽ അവൻ ആ പ്രൊട്ടക്ഷന്റെ പുറത്തു പോകും. പ്രൊട്ടക്ഷന്റെ പുറത്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ബാലശിക്ഷയ്ക്ക് ഇരയാവും. ബാലശിക്ഷയിൽ നിന്ന് അവൻ വീണ്ടും അനുതപിച്ച് തിരിച്ച് സഭയിലേക്ക് മടങ്ങി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ 1 പറഞ്ഞു കേട്ടില്ല, 2 പറഞ്ഞു കേട്ടില്ല, പിന്നെന്ത് ചെയ്യണം? സഭയുടെ മൂപ്പന്മാരുമായിട്ട് ചെന്ന് 2-3 പ്രാവശ്യം പറഞ്ഞു അവൻ കേട്ടില്ലെങ്കിൽ അവനെ കൂട്ടായ്മയുടെ പുറത്താക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? നിങ്ങൾ പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. ഈ ബൈൻഡിങ് ആൻഡ് ലൂസിങ് എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിച്ചു. ഞാൻ ഇനിയും പഠിപ്പിക്കുന്നില്ല. അതായത് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന പ്രമാണം അനുസരിച്ച് നമുക്ക് ലോകത്തിൽ ബൈൻഡ് ചെയ്യാനും ലൂസ് ചെയ്യാനും, അഗ്രിമെന്റ് ആൻഡ് ഡിസഗ്രിമെന്റ്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ദൈവത്തിന്റെ വചനം അനുസരിച്ച്, സ്വർഗത്തിന്റെ പ്രമാണം അനുസരിച്ച് സഭയായി നിങ്ങൾ എന്തെങ്കിലും തീരുമാനിച്ചാൽ സ്വർഗം അതിന് സീലിടും. അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അല്ലാതെ എനിക്ക് തോന്നുന്ന പോലെ ഞാൻ അതിനെ ബന്ധിക്കുകയും ഞാനത് ഇനിയും കർത്താവ് ചെയ്തോളൂ എന്നൊന്നും പറയുന്നതല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം വചനപ്രകാരം നമ്മൾ എന്ത് ചെയ്താലും, ഇത് വചനപ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ സ്വർഗത്തിന്റെ സീൽ അതിന്റെ മേലുണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഈ ലോകത്തിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും. എനിക്ക് തോന്നുന്നു, എന്നാ പിന്നെ എനിക്ക് ഈ സഹോദരനോട് എനിക്ക് ദേഷ്യമുണ്ട്, എന്നാ പിന്നെ ഞാൻ അങ്ങ് കെട്ടാൻ പോകാന്ന് പറയുന്നതല്ല. അതല്ല അതിന്റെ അർത്ഥം. വചനപ്രകാരം സ്വർഗത്തിന്റെ കീഴിൽ നാം കെട്ടുന്നത് സ്വർഗവും അംഗീകരിക്കും. അതാണ് ഈ സഭയുടെ പവർ. ഉദാഹരണം വേണോ? ഞാൻ ഉദാഹരണം പറയാം. ആദിമസഭ എല്ലാം ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ വചനം അനുസരിച്ചാ ചെയ്തത്. അതുകൊണ്ട് തന്നെ സഭ എന്ത് തീരുമാനിക്കുന്നോ സ്വർഗം അതിന് സീലിടും. അനന്യാസും സഫീറയും കൂടെ കയറി വന്നപ്പോഴേ പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞേ? നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പാപം, അപ്പം മരിച്ചു വീണു. എന്തോ സംഭവിച്ചെന്നറിയാവോ? ദൈവത്തിന്റെ പ്രമാണത്തിനനുസരിച്ച് പത്രോസ് സംസാരിച്ചു, അതിന് യെസ് സ്വർഗം വെച്ചു. അതുപോലെ എഗ്രിമെന്റിലാണ് സഭയും പരിശുദ്ധാത്മാവും പ്രവർത്തിച്ചത്. അതുകൊണ്ട് ശക്തി ഉണ്ടായിരുന്നു. ഇന്ന് നാം അതുപോലെ നടന്നാൽ, വചനപ്രകാരം നടന്നാൽ, ഈ ഭൂമിയിൽ കെട്ടപ്പെടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടും. സോ ഇറ്റ്സ് അബൌട്ട് ബീയിങ് ഇൻ എഗ്രിമെന്റ് വിത്ത് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഹെവൻ. അതാണ് ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കി. അപ്പൊ സഭ ദൈവവചനപ്രകാരം, പ്രമാണമനുസരിച്ച്, ദൈവഹിതപ്രകാരം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്തുമാത്രം അധികാരത്തിൽ നമുക്ക് ഈ ലോകത്തിൽ പ്രവർത്തിക്കാം എന്നുള്ളതാണ് യേശു കർത്താവ് പറയുന്നത്. അപ്പോൾ ഹൗ ഡു യു ഡീൽ വിത്ത് ദ സിൻ ഇൻ അതേഴ്സ്? നമ്മുടെ ജീവിതത്തിലെ പാപം എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ? ചൂന്ന് കളയണം. ബി റാഡിക്കൽ വിത്ത് സിൻ. സഹോദരൻ വീണു പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, അവനെ പ്രൈവറ്റായിട്ട് തനിയെ അവനെ തിരുത്തണം, അവനെ കൺഫ്രണ്ട് ചെയ്യണം. അവൻ കേട്ടില്ല എങ്കിൽ മൂപ്പന്മാരെ ഒന്നോ രണ്ടോ സഹോദരന്മാരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് പറയണം, സഹോദര നീ ചെയ്യുന്നത് ശരിയല്ല. അതും അവൻ കേട്ടില്ല എങ്കിൽ അവനെ ഫെലോഷിപ്പിന്റെ, അതായത് കൂട്ടായ്മയുടെ പുറത്തേക്ക് അവനെ എറിഞ്ഞു കളയണം എന്നുള്ളതാണ്. കാരണം എന്താ? അവൻ ബാലശിക്ഷയിൽ തിരിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ. അങ്ങനെയാണ് ദാറ്റ് ഇസ് ഹൗ യു ഡീൽ വിത്ത്. പിന്നെ കൂട്ടായ്മയുടെ കോണ്ടെക്സ്റ്റിൽ അടുത്ത കാര്യം, മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 19 and 20, 19-20 വാക്യങ്ങൾ. ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ
നിന്ന് അവർക്ക് ലഭിക്കും. 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനിയും പറയുന്നത് ഐക്യതയുടെ ശക്തി. ഐക്യതയുടെ ശക്തി. പഴയ നിയമത്തിൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇപ്രകാരം പറയുന്നു: ഒരുവൻ 1000-ത്തെയും ഇരുവർ 2000-ത്തെയും ഓടിച്ചു കളയുമെന്നല്ല പറയുന്നത്, ഇരുവർ 10,000-ത്തെയും ഓടിച്ചു കളയും എന്ന് പറഞ്ഞാൽ ദ പവർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ യൂണിറ്റി ആണ് ദൈവത്തിന്റെ പ്രമാണം. ഒരുവൻ 1000-ത്തെ ഓടിച്ചു കളയും, ഇരുവർ, അതായത് അത് ഏത് മാത്സ് ആണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും അല്ലേ. 1,000 ആണെങ്കിൽ 2 ഷുഡ് ബി 2,000, അതാണ് ഓൾജിബ്ര. പക്ഷെ ദൈവത്തിന്റെ കണക്കിൽ ഇരുവർ എന്ന് പറയുമ്പോൾ 10,000. അത്രമാത്രം പവറാണ് 2 പേര് ഐകമത്യപ്പെട്ട് കർത്താവിന്റെ നാമത്തിൽ കൂടി വന്നാൽ. ഈ ശക്തി സഭയൊന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അവിടെ വഴക്കും, ഇവിടെ ഭിന്നതയും, അവിടെ കമ്മിറ്റിയും, ഇവിടെ പാനലും ഒന്നും ഉണ്ടാകേണ്ട കാര്യം വരത്തില്ല. കാരണം ഒന്നിച്ചു നിന്നാൽ ശക്തിയുടെ വലുപ്പം അത്ര വലുത്. വി ക്യാൻ ഡു സോ മച്ച് മോർ. എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം. ഇരുവർ 10,000 പേർ. പ്രിയമുള്ളവർ, ഇത് കുടുംബജീവിതത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. 2 പേരും കൂടി ഒന്നിച്ച് ഐകമത്യപ്പെട്ട്, ഒന്നിച്ച് താമസിക്കുന്നു എന്നുള്ളതല്ല, ഒന്നിച്ചൊന്ന് ഐകമത്യപ്പെട്ട് കർത്താവിന്റെ നാമത്തിൽ ഒന്ന് കൂടി വന്ന് നോക്കിയേ. ആ കുടുംബത്തിന്റെ ശക്തി എന്തോ ആയിരിക്കും അല്ലേ. 2 3 അല്ലേ പറഞ്ഞത്, മിനിമം 2 എന്നല്ലേ പറഞ്ഞ കർത്താവ്. ആ 2 പേരൊന്ന് കൂടിക്ക്. വേറെ ഒന്നും വേണ്ട, വേറെ ആരും വേണ്ട. ശക്തി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ചിലരാണെങ്കിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നവരുണ്ട്. എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ ജോലി കഴിഞ്ഞാൽ നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്, തെറ്റ്. ഞാൻ ചോദിക്കും, ഭാര്യയും ഭർത്താവും ആദ്യം ഇരുന്ന് പ്രാർത്ഥിക്കുക. അവിടെ വ്യാപരിക്കും ദൈവശക്തി, അവിടെ വ്യാപരിക്കും. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ചേർന്ന് കൈകോർത്തും കൊണ്ട് പിടിച്ച് പ്രാർത്ഥിച്ച് അവിടെ വ്യാപരിക്കും ദൈവശക്തി, ഐകമത്യപ്പെട്ട്. സോ there is always power in the presence of God when there is unity. സാന്നിധ്യം സാന്നിധ്യം സാന്നിധ്യം. അപ്പോൾ ദൈവ സാന്നിധ്യം വ്യാപരിക്കണമെങ്കിൽ എന്താണ് ക്രൈറ്റീരിയ? യൂണിറ്റി. ഞാൻ പ്രിയമുള്ളവരെ പറയട്ടെ, അനേക കുടുംബങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്, ദൈവ സാന്നിധ്യം അവിടെ ഇല്ല. കാരണം എന്നാ? ഐക്യതയില്ല. അനേക സഭകളിൽ ഞാൻ പ്രസംഗിക്കാൻ പോവും, അവിടെ ദൈവ സാന്നിധ്യമില്ല. കാരണം എന്നാ? ഐക്യതയില്ല. പാട്ടുണ്ട്, പരിപാടിയുണ്ട്, ബഹളമുണ്ട്, സകല പരിപാടിയും ഉണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം ഇല്ലാത്തതിന്റെ കാരണം ഐക്യതയില്ല. അപ്പൊ ഐക്യതയില്ലാതെ വലിയ കൃപാവരങ്ങൾ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രസരിപ്പൊക്കെ ഉണ്ടാക്കാം, ദൈവസാന്നിധ്യം കാണത്തില്ല. സോ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ദൈവസാന്നിധ്യം വ്യാപരിക്കണമെങ്കിൽ ഐക്യത മസ്റ്റാണ്, ഓപ്ഷണൽ അല്ല, മാൻഡേറ്ററി ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഓക്കെ. അപ്പൊ ഈ 2 3 പേർ, ഈ വാക്യത്തിന്റെ പ്രസക്തി നമ്മൾ സാധാരണ എവിടെ പറയുന്നതെന്നറിയോ? നമ്മൾ മീറ്റിംഗ് എല്ലാം കൂടി വന്നിട്ട് അവസാനം 2 3 പേരെ കാണത്തുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഈ പ്രാർത്ഥന, ഓ കർത്താവേ 2 3 പേര് ഐകമത്യപ്പെട്ട്. നമ്മുടെ ഈ കുറവുകളെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അതല്ല ഇവിടുത്തെ ഉദ്ദേശം. 2 3 ശരിയാണ്, ലിറ്ററലി 2 3 പേരെ കാണത്തുള്ളൂ ചിലപ്പോൾ നമ്മുടെയൊക്കെ മീറ്റിങ്ങിൽ. ഞാൻ പറയുന്നത് ആൾപ്പെരുപ്പത്തിൽ ദൈവസാന്നിധ്യം കൂടുതലുണ്ടെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. വി ആർ നോട്ട് വില്ലിങ് ടു വർക്ക്, വി ആർ നോട്ട് വില്ലിങ് ടു പേ ദ പ്രൈസ്. എന്നിട്ട് അവസാനം 2 3 പേരെ വന്നിട്ട് അവസാനം നമ്മളിങ്ങനെ ഈ വാക്യം ഉപയോഗിച്ച് അതിനെ ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷെങ്കിൽ 2 3 പേർ എവിടെ എൻ്റെ നാമത്തിൽ കൂടി വന്നാലും ഞാൻ അവിടെ ഉണ്ട്, അവരുടെ മധ്യത്തിലുണ്ട്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒന്ന് പറയട്ടെ. ഒന്ന്, വലിയ നമ്പേഴ്സ് ദൈവ സാന്നിധ്യത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. വലിയ സാധനം. അപ്പൊ എൻ്റെ കുടുംബത്തിൽ ദൈവസാന്നിധ്യം വരാൻ ഞാനും വേറൊരാളോട് കൂടിയാൽ മതി അല്ലേ? ദൈവസാന്നിധ്യം അവിടെ ഉണ്ട്. 2, എന്തുവാണ് അവിടെ? റാങ്ക് ഓഫ് ദ പീപ്പിൾ ആർ നോട്ട് എസെൻഷ്യൽ. 2 3 പേര് കൂടുമ്പോൾ ഒരാൾ ബിഷപ്പും മറ്റേ ആൾ പാസ്റ്ററും ആയിരിക്കണം എന്ന് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടോ? ഇന്ന റാങ്ക് ഉള്ള 2 പേരോടെ ചേരണം, അല്ലെ ഇന്ന റാങ്ക് ഉള്ള 3 പേരോടെ ചേരണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കർത്താവിന്റെ മക്കൾ 2 3 പേര് ഐകമത്യപ്പെട്ട് കൂടിയാൽ കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. അത്രയും മതി. അയ്യോ ബ്രദർ വന്നാലേ, ബ്രദറൊന്നും വരണ്ട, പാസ്റ്ററും വരണ്ട, ബിഷപ്പും വരണ്ട. കർത്താവിന്റെ നാമത്തിൽ സാധാരണക്കാരായ 2 പേര് കൂടിയാൽ അവിടെ റാങ്ക് വിഷയമല്ല, ദൈവസാന്നിധ്യം വ്യാപരിക്കും. 2 3, ഇന്ന സ്ഥലത്ത് മാത്രം കൂടിയാലേ പറ്റത്തുള്ളൂ. പറ്റൂ? അയ്യോ നമുക്ക് അവിടെ കൂടണം കേട്ടോ. അതിന് അവിടെ കൂടണ്ടേ? വീട്ടിൽ കൂടാനൊക്കത്തില്ലേ? എങ്ങും കൂടണ്ട. ഉദാഹരണം വേണോ?
എടാ, കാരാഗ്രഹത്തിൽ റോമൻ പടയാളികളോട് ചേർന്ന് കൈകാലുകൾ ബന്ധിച്ചിട്ട പൗലോസും ശീലാസും രണ്ടുപേരുടെ ഐകമത്യപ്പെട്ട് ഒരു പാട്ട് പാടിയത് ദൈവ സാന്നിധ്യം ഇറങ്ങി ചങ്ങലയെല്ലാം പൊട്ടിപ്പോയി. അത്ര സാന്നിധ്യമായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കി. അപ്പൊ സ്ഥലം വിഷയമാണോ? സ്ഥലവും വിഷയമല്ല. ഓഫീസിൽ രണ്ടുപേരൊന്ന് കൂടിക്കേ, ദൈവസാന്നിധ്യം വ്യാപരിക്കുമെന്ന്. അല്ലാതെ ഇന്ന സ്ഥലത്ത് പോയാൽ ഏത് സ്ഥലത്ത്? പിന്നെന്താ, ഇന്ന സമയത്തെ കൂടാവുന്നുണ്ടോ? ഇന്ന സമയത്ത് ചില ഈ ആളുകൾ പറയും, ഈ സമയം അങ്ങോട്ട് ശരിയല്ല, ഈ സമയത്ത് നമുക്ക് വെക്കാനൊക്കത്തില്ല. അതെന്നാ, ആ സമയത്തിന് എന്നാ പ്രശ്നം? ആ സമയത്തിന് എന്നാ പറ്റി? എടാ, എൻ്റെ സമയങ്ങളും കാലങ്ങളും എൻ്റെ തമ്പുരാന്റെ കയ്യില്. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ ഏത് സമയത്തും അവന്റെ സന്നിധിയിൽ കൂടും, അല്ലേ? 2-3 പേര് ഏത് സമയത്ത് ഏത് സ്ഥലത്തും ഏത് റാങ്കിലും കൂടിയാലും അവന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. പിന്നെ ഇന്ന ഫോർമാറ്റിൽ നടക്കണമെന്ന് എഴുതിയിട്ടുണ്ടോ? 2-3 പേര് കൂടിയിട്ട് ആദ്യം നിങ്ങൾ പാട്ട് പാടി അതിനുശേഷം നിങ്ങൾ ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ? അതിന് ഫോർമാറ്റും ഇല്ല, ഒന്നുമില്ല, നത്തിങ്. നിങ്ങൾ കൂടണമെന്നേ ഉള്ളൂ. പിന്നെ കർത്താവ് പറയുന്നത് എന്നാ അറിയാം? ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന്. ഐ എം ഇൻ ദർ മിഡ്സ്. നടുവിൽ എന്ന് പറഞ്ഞാൽ എന്നാ? അവിടെ കൂടി വരുന്ന എല്ലാവരുടെയും നടുവിൽ. ഞാൻ ഒരാളോട് കൂടുതൽ ചേർന്ന് നിൽക്കുമെന്നല്ല പറഞ്ഞത്, മനസ്സിലായോ? ആ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന ആളിനോട് ഞാൻ ഇച്ചിരൂടെ ചേർന്ന് നിൽക്കും, അങ്ങനല്ല പറഞ്ഞത്. ഞാൻ അവരുടെ നടുവിലുണ്ട്. ഈ നമ്മളാണ് ഈ കൂടി വരുമ്പോൾ ചിലർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അയ്യോ, വരുന്നുണ്ട് ഇന്ന ആളോ, ഭയങ്കര അഭിഷക്തത. അങ്ങനെയല്ല. 2-3 പേര് കൂടിയാൽ ഞാൻ അവിടെ നടുവിലുണ്ടെന്ന്. ഐ ഹാവ് ആസ് മച്ച് ആക്സസ് ടു ക്രൈസ്റ്റ് ആസ് മച്ച് ആസ് മൈ ബ്രദർ. എൻ്റെ സഹോദരൻ എന്തുമാത്രമോ, അല്ലെ എൻ്റെ പാസ്റ്ററിന്, എൻ്റെ ബിഷപ്പിന് എത്രമാത്രം കർത്താവിനോട് ആക്സസ് ഉണ്ടോ അത്രയും തന്നെ എനിക്കും ഉണ്ടെന്നാണ് അവിടെ പറയുന്നത്, അല്ലേ? അതുകൊണ്ട് ചെന്ന് അയ്യോ ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറ, വേണ്ട. പ്രാർത്ഥിക്കാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവൻ മുമ്പിൽ തന്നെ ഉണ്ട്, വേറെ എങ്ങും പോയിട്ടില്ല. അവനോട് പറഞ്ഞാൽ മതി, വേറൊരു മനുഷ്യൻ അതിൻ്റെ ആവശ്യം ഇല്ല. ഇതാണ് പവർ ഓഫ് യൂണിറ്റി. അപ്പോൾ ദൈവസാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കണമെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റ് ആണെങ്കിലും ഐക്യത വേണം പ്രിയമുള്ളവരെ, ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് മനസ്സിലാക്കും. ഓക്കെ, അവസാനത്തെ ഭാഗം കൂടെ പറഞ്ഞു നിർത്താം. 18-ാമത്തെ അധ്യായം പിന്നെയും ക്ഷമയെക്കുറിച്ചും ഫോർഗിവ്നെസ്സിനെ കുറിച്ചൊക്കെയാണ് ഇനിയും പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗം. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ ഒറ്റ കാര്യമാണ് പറയുന്നത്. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ച് യേശു അവനോട്, 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു കടവും ഇളച്ച് കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കി വെച്ചു. ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കേട്ടിട്ട് അവനെ വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ച്, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്ക് കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. അപ്പോൾ ദൈവരാജ്യത്തിൽ വലിയവൻ ആരാന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. വലിയവനാകണമെങ്കിൽ നിങ്ങളുടെ കൂട്ടു സഹോദരനോട് നിങ്ങൾ ക്ഷമിക്കണം. മനസ്സിലായോ? നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഫോർഗിവ്നെസ് ഇൻ ദ കിങ്ഡം? പത്രോസ് പെട്ടെന്നൊരു ചോദ്യം, കർത്താവേ, ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം ക്ഷമിക്കണോ? എന്തുകൊണ്ട് 7 പ്രാവശ്യം ചോദിച്ചത്? അന്നത്തെ റബ്ബിമാര് പഠിപ്പിച്ചത് നിങ്ങൾ 3 പ്രാവശ്യം ക്ഷമിക്കണം എന്നാ. 3 പ്രാവശ്യം.
അപ്പൊ പത്രോസ് ഓൾറെഡി 7 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ പത്രോസ് ഓൾറെഡി തന്റെ ബെഞ്ച് മാർക്ക് അങ്ങ് വലിയതാക്കി കേട്ടോ. കർത്താവ് 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? 3 പ്രാവശ്യമാണ് അന്നത്തെ നാട്ടു നടപ്പ്. പക്ഷേ കർത്താവ് പത്രോസ് പറയാ 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? അപ്പൊ കർത്താവ് പറഞ്ഞു ഇല്ല, 70 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 490 ടൈംസ് എന്ന് പറഞ്ഞാൽ 491 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ ക്ഷമിക്കരുതെന്നല്ല കർത്താവ് പറഞ്ഞത്. അതല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് നീ ഇൻഫിനിറ്റ്ലി ക്ഷമിക്കണം. അതിനൊറ്റ ക്രൈറ്റീരിയ ഉള്ളൂ. എന്തുകൊണ്ടാണ് ക്ഷമിക്കേണ്ടത്? കർത്താവ് നമ്മളോട് ക്ഷമിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ എന്തുകൊണ്ട് ക്ഷമിക്കണം എന്നുള്ള ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ, കർത്താവ് എന്നോട് ക്ഷമിച്ചു. ഈ ക്ഷമയെക്കുറിച്ചും ഫോർഗിവ്നെസ്സിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്തേഫാനോസിന്റെ ജീവിതത്തിൽ നിന്ന് അപ്പോസ്തല പ്രവൃത്തി പഠിപ്പിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചു അല്ലേ. ആ സമയത്ത് ഞാൻ ഗ്ലാഡിസ്റ്റെയിൻസിന്റെ ഉദാഹരണമൊക്കെ ഉപയോഗിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഗ്ലാഡിസ്റ്റെയിൻസ് അവസാനം തൻ്റെ ഭർത്താവിനെയും തൻ്റെ 2 ആൺപിള്ളാരെയും ചുട്ടുകരിച്ച ദാരാസിംഗിനെ ക്ഷമിക്കാൻ തീരുമാനിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഐ ആം വില്ലിംഗ് ടു ഫൊർഗിവ് ദി അൺഫൊർഗിവബിൾ ബിക്കോസ് ക്രൈസ്റ്റ് ഹാസ് ഫൊർഗിവൺ ദി അൺഫൊർഗിവബിൾ ഇൻ മീ. അല്ലേ? ക്ഷമിക്കാൻ പറ്റാത്ത കാര്യം ക്ഷമിക്കാൻ ഞാൻ തീരുമാനിച്ചതിന്റെ കാരണം, ക്ഷമിക്കാൻ പറ്റാഞ്ഞ കുറ്റം കർത്താവ് എന്നോട് ക്ഷമിച്ചത് കൊണ്ട് മാത്രം. അതിന് വേറൊരു ക്രൈറ്റീരിയ ഇല്ല പ്രിയമുള്ളവർ. ദർ ഇസ് നോ അതർ ക്രൈറ്റീരിയ. അപ്പൊ കർത്താവ് എനിക്ക് വേണ്ടി എന്നോട് എത്ര വലിയ പാപം ക്ഷമിച്ചു എന്നുള്ള ബോധ്യം എനിക്ക് മനസ്സിലാകുമ്പോൾ എൻ്റെ കൂട്ടുകാരനോട് എനിക്ക് ക്ഷമിക്കാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, ഈ ഉദാഹരണം കർത്താവ് പറയുമ്പോൾ ആദ്യം 10,000 ഷെക്കലിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അവസാനം ആ ദാസൻ രണ്ടാമത്തെ ദാസനോട് ക്ഷമിക്കാൻ വില്ലിങ് അല്ലായിരുന്നു, അവന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കിയെന്നാ പറഞ്ഞത്. ഈ രണ്ടാമത്തെ ദാസൻ 1 in 600,000 ആയിരുന്നു അവനോടുള്ള കടം. ഈ ആദ്യത്തെ ദാസൻ തൻ്റെ യജമാനന് കൊടുക്കേണ്ടിയ കടം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ടാമത്തെ ദാസൻ ആദ്യത്തെ ദാസന് കൊടുക്കേണ്ടത് വാസ് 1 in 600,000, 6,00,000 മനസ്സിലായി? അത്രയുമായിരുന്നു കൊടുക്കേണ്ടത്. എന്നിട്ട് പോലും അവനോട് ക്ഷമിക്കാൻ തയ്യാറല്ലായിരുന്നു. പ്രിയമുള്ളവരെ, നിത്യനരകത്തിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിച്ചു. നമ്മുടെ അധികമായ പാപങ്ങളെ അവൻ ക്ഷമിച്ചു. സഹോദരനോട് ക്ഷമിക്കാൻ എന്നാ ഇത്രയും പ്രയാസം? അതാണ് കർത്താവ് ചോദിക്കുന്നത്. സഹോദരനോട് ക്ഷമിക്കാൻ എന്താണ് ഇത്ര പ്രയാസം? കർത്താവ് നമ്മളോട് ക്ഷമിച്ചത് കൊണ്ട് നമ്മളും ക്ഷമിക്കണം. അങ്ങനെ ക്ഷമിച്ചില്ല എങ്കിൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കത്തില്ല എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ആ ക്ഷമയെന്ന് പറയുന്ന വാക്കുകൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതല്ല, പിന്നെയോ ഹൃദയത്തിൽ യഥാർത്ഥമായി ക്ഷമിക്കുക എന്നുള്ളത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളെ ഇന്ന് നമുക്ക് ശോധന ചെയ്യണം. എന്നിട്ട് കർത്താവിനോട് പറയണം, കർത്താവെ, ആരോടെങ്കിലും എനിക്ക് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇന്ന് രാവിലെ ക്ഷമിക്കാനുള്ള കൃപ തരണമേ. കാരണം ദൈവരാജ്യത്തിൽ വലിയവനാകണമല്ലോ. അതുകൊണ്ട് കണക്ക് സൂക്ഷിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്, ദൈവരാജ്യത്തിൽ വലിയവനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും, യാതൊരു ദേഷ്യവും, ആരോടും കയ്പും വിദ്വേഷവും കർത്താവെ എൻ്റെ മനസ്സിൽ വെക്കാൻ അങ്ങ് അനുവദിക്കരുത്. ഫ്രീ ആയിട്ട് ജീവിക്കാൻ. ബന്ധങ്ങൾ രമ്യതപ്പെടുമോ എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ കയ്പ് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഉള്ളിൽ ക്ഷമിക്കാതിരിക്കുക എന്നുള്ളത് ഓപ്ഷനേ അല്ല. കാരണം ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ടും ക്രിസ്തു നമ്മളോട് ക്ഷമിച്ചതുകൊണ്ടും നാമും ക്ഷമിക്കണം എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അവിടെ കൊണ്ട് നമ്മൾ 18-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവസഭയിലെ അംഗങ്ങൾ എങ്ങനെയായിരിക്കണം? ചെറിയവരോട് നാം എങ്ങനെ പ്രതികരിക്കണം? പാപത്തോട് നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെ പ്രതികരിക്കണം? സഹോദരന്റെ ജീവിതത്തിൽ നാം എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതും, അവസാനം ക്ഷമിക്കേണ്ടത് എങ്ങനെയാണെന്നും എന്തുകൊണ്ടാണെന്നും നമ്മൾ മനസ്സിലാക്കി ഇതുപോലെ ജീവിപ്പാൻ, അല്ലേ? The church should be what it should be before it does what it does. സഭ ആദ്യം ആകേണ്ടതുപോലെ ആകണം. അതിനുശേഷം മാത്രമേ ചെയ്യേണ്ടത് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ, ദൈവരാജ്യത്തിൽ വലിയവരാകുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് രാവിലെ അതിശക്തമായി ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. ഈ ചെറിയവരിൽ കർത്താവെ, അവരോട് ഏറ്റവും സ്നേഹമായി പെരുമാറാൻ, കർത്താവെ, ആ ഇൻഡിവിജ്വൽ സ്നേഹം 99 വിട്ട് 1 പുറകിൽ പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ പാപത്തോട് കർത്താവെ പോരാടുവാൻ ഞങ്ങളെ സഹായിക്കണം.
യാതൊ ഒരു പാപത്തിനും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുവാൻ അങ്ങ് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കും. സഹോദരൻ ജീവിതത്തിൽ ഇടർച്ച അല്ലെങ്കിൽ കർത്താവെ പിഴവ് കാണുമ്പോൾ തനിയെ ചെന്ന് അതിനെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. സ്നേഹത്തിൽ, എന്നാൽ കർത്താവെ സത്യത്തിൽ അതിനെ നേരിടുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ക്ഷമിക്കാൻ കർത്താവെ ചിലരോടൊക്കെ ഞങ്ങൾക്ക് പ്രയാസമാണ്. ഇന്ന് അവരോട് ക്ഷമിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ക്രൂശിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എത്ര വലിയ കർത്താവെ ഒരു കാര്യമാണ് ചെയ്തത്. അത് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ.